ഓക്കെ, അപ്പൊ നമ്മള് ആറാമത്തെ മോഡ്യൂളാണ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആറാമത്തെ മോഡ്യൂളിൽ ഗ്രീൻസ് തിയറത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അതില് വെരിഫൈ ഗ്രീൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം അല്ലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ചെയ്യാലത് വെരിഫൈ ഗ്രീൻസ് തിയറം ആദ്യമൊന്നും പറഞ്ഞില്ല. ഏതാ നമുക്ക് വെരിഫൈ ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോ വന്നു കഴിഞ്ഞാൽ ഏത് വർഷമാണെന്ന് പറഞ്ഞുതരാം. ആറാമത്തെ മോഡ്യൂളിലെ എല്ലാം യൂസിങ് ആണ് ചോദിച്ചേക്കണേ. 2017 തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. ഓക്കെ, 2017 ചോദിച്ചിട്ടുണ്ട് വെരിഫൈ. അപ്പൊ നോക്കണോ? വലിയ റിസ്ക് ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും എന്തായാലും. കാരണം വരികയാണെങ്കിലേ നമുക്ക് മനസ്സിലാക്കാലോ, നിങ്ങൾക്ക് ആ സമയത്ത് ഇരുന്ന് ചെയ്യാലോ. ക്ലിയർ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. വെരിഫൈ ഗ്രീൻസ് തിയറത്തിന്റെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അല്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ സാറേ ഇത് നമുക്ക് മിസ്സായാലോ എന്ന് തോന്നിയാലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും, കാരണം വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. LHS കണ്ടുപിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ RHS എഴുതിയൊക്കെയാണ്. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. 2017 ചോദിച്ചാണ് വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ ഇന്റഗ്രൽ. അപ്പൊ ഗ്രീൻസ് തിയർ ആണ് നമ്മൾ എടുക്കുന്നത്. ഗ്രീൻസ് തിയറത്തിന്റെ വെരിഫൈഡ് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dx പ്ലസ് എക്സ് സ്ക്വയർ dy. ഇതാണ് വെരിഫൈ ചെയ്യേണ്ടത്. വേർ സി ഈസ് ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇങ്ങനെ രണ്ട് കർവ് തന്നിട്ടുണ്ട്. വെരിഫൈ ഗ്രീൻസ് തിയറം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രീൻസ് തിയറം വെരിഫൈ. ഇപ്പൊ ഗ്രീൻസ് തിയറം മാത്രമല്ല, നമ്മൾ ഗോസ് ഡൈവേർജൻസ് തിയറം വെരിഫിക്കേഷൻ പഠിച്ചതാണല്ലേ. ഗോസ് ഡൈവേർജൻസ് തിയറം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിവിഷൻ അല്ല, നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത്. അപ്പൊ അതേപോലെ ഗ്രീൻസ് തിയറം വെരിഫിക്കേഷൻ വരികയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പഴയതുപോലെ RHS കാണുകയാണ്. എന്താണ് RHS പറയുന്നത്? RHS എന്താണ്? ഇതിന്റെ ഇന്റഗ്രൽ ഓവർ സി UdX പ്ലസ് VDY ആണെങ്കിൽ അതെന്തിനോട് ഈക്വൽ ആണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ V ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഡി ബൈ dx. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത് അല്ലെ. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ പോവാണ്. ഈ LHS കണ്ടുപിടിക്കണം, RHS കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പോവാണ് നമ്മള്. ഓക്കെ, അപ്പോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് RHS കണ്ടുപിടിക്കാൻ നമുക്ക് പഠിച്ചല്ലോ. അത് കണ്ടുപിടിക്കുന്നു. അതിന്റെ ആൻസർ തന്നെ കുറെ കഴിഞ്ഞിട്ട് LHS എഴുതിക്കും. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. അതോടെ നിൽക്കട്ടെ. തൽക്കാലം മെത്തേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുകയാണ്. ഒന്ന് സ്പീഡ് കൂട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് RHS എടുത്ത് എഴുതാണ്. എന്താണ് RHSല് യു എടുത്ത് എഴുതുന്നു അല്ലെ. യു ഈക്വൽ ടു സ്പീഡിൽ എഴുതിക്കോളൂ. എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. നമ്മൾ ഡോ യു ബൈ ഡോ വൈ ആണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും പ്ലസ് 2y എന്ന് കിട്ടും. ഓക്കെ, വി എടുത്ത് എഴുതുന്നു എക്സ് സ്ക്വയർ. ഡോ വി ബൈ ഡോ എക്സ് ആണ് ചെയ്യുന്നത്. 2x എന്ന് കിട്ടി. ഇനി എന്താണ് RHS? നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ RHS കണ്ടുപിടിക്കുകയാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഡി ബൈ dx. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് ചെയ്യുന്നത് എത്രയുള്ളൂ? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇന്റഗ്രലും കാണുന്നു. അത് രണ്ടും സെയിം ആണ്, തുല്യമാണെന്ന് തെളിയിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിമിറ്റ് വേണം അല്ലെ. ആ ലിമിറ്റ് തന്നിട്ടില്ല. അതിന് പകരം ഒരു രണ്ട് കർവ് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോ നമുക്ക് രണ്ട് കർവ് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇത് നിങ്ങൾ എഴുതിയല്ലോ, ഇത്ര എഴുതിയല്ലോ. ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണേ. അപ്പൊ കർവ് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലെ. ഓർമ്മയുണ്ടോ പഠിപ്പിച്ചത്? ഇന്റഗ്രേഷൻ, മൾട്ടിപ്പിൾ ഇന്റഗ്രേഷൻ എടുത്തപ്പോ
നമ്മൾ 4th മോഡ്യൂൾ എടുത്തപ്പോ ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിച്ചിരുന്നു. ആ ഗ്രാഫ് വരച്ചിട്ട് വേണം പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ഗ്രാഫ്? y = x ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ ഗ്രാഫ് വരച്ചിട്ടാണ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെയും കിട്ടും, എങ്കിലും വെരിഫൈ ആയതുകൊണ്ട് ഗ്രാഫ് വരച്ചിട്ട് കണ്ടുപിടിക്കുക. ഇതാണ് y = x എന്നുള്ള ലൈൻ അല്ലേ? ഓക്കെ ആണല്ലോ? ഡൗട്ടില്ല എല്ലാവർക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. y = x² എങ്ങനെ വരയ്ക്കുക? x² വരുമ്പോ എവിടേക്കുള്ള വരാൻ പോലെയാ? മുകളിലേക്കാണോ താഴേക്കാണോ സൈഡിലേക്കാണോ? ഓക്കെ അപ്പ് അല്ലെ, അപ്പ് സൈഡ് ആണ് x² വരുന്നത്. അപ്പൊ x² വരുന്നത് അപ്പ് സൈഡ് ആണ്. അപ്പോ അവർ തന്നിരിക്കുന്നത് ലോവർ ലിമിറ്റ്, വൈഡ് ലിമിറ്റ് എവിടെയാണ്? വൈഡ് ലിമിറ്റ് എവിടെയാണ്? y = x ന്റെ മുകളിലാണ് ടച്ച് ചെയ്യണത് അല്ലെ? സോറി, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളതാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ സ്ട്രിപ്പ് വരയ്ക്കണം. തന്നിരിക്കുന്ന ഓർഡർ തെറ്റാണ്. ലോവർ ലിമിറ്റ് എന്താണ് എടുക്കേണ്ടത്? നമ്മള് ഇതിന്റെ ഫിഗറിന്റെ അടിഭാഗം. ആരാണ് അടിഭാഗം? y = x². അപ്പർ ലിമിറ്റോ? y = x. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫ് വരച്ചു. അവിടെ പ്രോബ്ലത്തിൽ നമ്മൾ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫില് സ്ട്രിപ്പ് വരയ്ക്കുകയാണ്. സ്ട്രിപ്പ് വരച്ചാലാണ് നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കിട്ടുക. അപ്പൊ വൈഡ് ലിമിറ്റ് കിട്ടി. ലിമിറ്റ് ഓഫ് y നമ്മൾ കണ്ടുപിടിച്ചു. y = x² എന്നല്ല പറയേണ്ടത്. എന്താണ്? y = x² to y = x. ഇതാണ് വൈഡ് ലിമിറ്റ്. അപ്പൊ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷന്റെ ഒരു ലിമിറ്റ് വേരിയബിൾ ലിമിറ്റ് ആണ്. y = x² to y = x. അടുത്തത് ഇനി കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ് വേണ്ടത്. എക്സിന്റെ ലിമിറ്റ് ആണ് വേണ്ടത് അല്ലെ? അപ്പൊ അതിന് ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് ആയിരിക്കും അതിന്റെ സ്റ്റാർട്ടിങ്. ഈ ഒരു പോയിന്റ് ഒറിജിൻ അല്ലേ? 0 0. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് x = 0 ആണ്. 2. എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? എക്സിന്റെ അപ്പർ ലിമിറ്റ് ഈ ഒരു പോയിന്റ് കണ്ടോ? ഈ പോയിന്റ് ടച്ച് ചെയ്യുന്ന ശ്രദ്ധിക്കണേ, ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ എത്രയെന്ന് വരും നമുക്ക് കണ്ടുപിടിക്കാം. 1 ആണ് ആൻസർ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരുന്ന പോയിന്റ് ആണ്, ഈ ടച്ച് ചെയ്യുന്ന എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ് എക്സിന്റെ അപ്പർ ലിമിറ്റ്. അത് കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഫിഗറിന്റെ ആവശ്യമൊന്നുമില്ല, ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലിമിറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. y = x and y = x² ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x = x² എന്ന് എഴുതാം അല്ലെ? രണ്ടും y ആണല്ലോ. y = x ആണ്, y = x² ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x = x² എന്ന് എഴുതാം. അതിന് എക്സിനെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന x - x² = 0 എന്ന് എഴുതാം. എക്സിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ x × 1 - x = 0 കിട്ടും. അപ്പൊ x = 0, 1 - x = 0, x = 0 or x = 1. അപ്പൊ എക്സിന്റെ ലിമിറ്റ് 0 to 1 ആണെന്ന് അങ്ങനെയും മനസ്സിലാക്കാം. അപ്പൊ ഇത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റ് എത്രയാണ്? 1 ആണ്. പോയിന്റ് കൂട്ടിമുട്ടുന്ന പോയിന്റ് എക്സിന്റെ പോയിന്റ് എത്രയാണ്? 1 ആണ് കേട്ടോ. രണ്ട് കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന എക്സിന്റെ പോയിന്റ് 1 ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താണ്? x = 0 to x = 1 ആണ്. വൈഡ് ലിമിറ്റ് എന്താണ്? വൈഡ് ലിമിറ്റ് x to x² എന്ന് നമ്മൾ പറയുക അല്ലെ? അങ്ങനെ പറയാൻ പാടില്ല. ഫിഗർ നോക്കുക, ഫിഗർ നോക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഈ ചെയ്യുന്ന രീതി എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇത് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ചെയ്യണേ. = (0 to 1) x² to x. ∂v/∂x എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞേ? ∂v/∂x പറയ്. 2x minus ∂v/∂y +2y. 2x plus 2y. Okay, x plus 2y. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫിഗർ മാറ്റുന്നില്ല കാരണം ആവശ്യമുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് (0 to 1) (x² to x) 2x minus x minus 2y dy dx. എത്ര വരിക? (0 to 1) (x² to x) 2x x പറയുമ്പോൾ x minus 2y dy dx.
ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആദ്യം വിത്ത് റെസ്പെക്ട് വൈയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. ഇന്റഗ്രൽ 0 to 1 ബ്രാക്കറ്റ് ഇട്ടു. എക്സിനെ വൈയിൽ ചെയ്യുമ്പോൾ എന്താ വരിക? xy മൈനസ് 2y²/2 ലിമിറ്റ് x² to x dx. 2 to cancel. ഓക്കെ ആണോ? ഈ ഒരു പ്രോബ്ലം കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ. അതിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണേ. അപ്പൊ നമുക്ക് വരിക, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വിളിച്ചതുണ്ട്. ഇന്റഗ്രൽ 0 to 1 xy മൈനസ് y² ലിമിറ്റ് x² to x dx. ശ്രദ്ധിക്കുക, y കാണുന്ന സ്ഥലത്താണ്, ശ്രദ്ധിക്കണേ, y കാണുന്ന സ്ഥലത്താണ് അപ്പർ ലിമിറ്റ് ആയ x കൊടുക്കുന്നത്, മൈനസ് ലോവർ ലിമിറ്റ് ആയ x² കൊടുക്കുന്നത് കേട്ടോ. ഇന്റഗ്രൽ 0 to 1 ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്, yക്ക് x കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? x into x മൈനസ് x². ഇത് അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് y കാണുന്നിടത്ത് x² കൊടുക്കാണ്. x into x² മൈനസ് x²ന്റെ സ്ക്വയർ dx. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0 to 1 x² മൈനസ് x² മൈനസ് x³ പ്ലസ് x⁴ dx. x² ക്യാൻസൽ ആയി. ബാക്കി ഇന്റഗ്രൽ 0 to 1 മൈനസ് x³ പ്ലസ് x⁴ dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് x⁴/4 പ്ലസ് x⁵/5 ലിമിറ്റ് 0 to 1 കൊടുക്കുക. മൈനസ് 1/4 പ്ലസ് 1/5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 5 പ്ലസ് 4/20 മൈനസ് 1/20 ആണ്. ഒരു മിനിറ്റ്. ഇപ്പോഴോ? മൈനസ് 1/20 ആണ് കിട്ടിയത്. ശരി, അപ്പൊ ഇതാണ് ആൻസർ. ഗ്രീൻസ് തിയറത്തിന്റെ ഇന്റഗ്രൽ ഓവർ സിയുടെ ഒരു സൈഡിലുള്ള ആൻസർ കിട്ടി നമുക്ക്. ഇനി അടുത്ത സൈഡ് ചെയ്യേണ്ടതാണ് നമ്മൾ വെരിഫിക്കേഷൻ അല്ലെ. അത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്തത്. അപ്പൊ അടുത്ത സൈഡ് ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. പക്ഷെ അടുത്ത സൈഡ് എന്ന് വിളിക്കുന്നത് ലൈൻ ഇന്റഗ്രലാണ്, അതായത് LHS. അപ്പൊ LHS എന്തായിരുന്നു ശരിക്കും? LHS എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി xy പ്ലസ് y² dx പ്ലസ് x² dy. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനവര് തന്നിരിക്കുന്ന ഇപ്പൊ ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ 1 എന്നുള്ള പോയിന്റ് ആണ് കണ്ടുപിടിച്ചില്ല, എക്സിന്റെ പോയിന്റ്. അപ്പൊ വൈയുടെ പോയിന്റ് എന്താ വയ്ക്കും? x 1 ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ y എന്തായിരിക്കും? എക്സും വൈയും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണല്ലേ ഇത്. ഈ ആക്സിന്റെ പേര് y = x അല്ലേ. അപ്പൊ x 1 ആണെങ്കിൽ y എന്തായിരിക്കും? 1 ആവും കേട്ടോ. അപ്പൊ ഈ രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണേ ഇനിയുള്ള സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ലൈൻ ഇന്റഗ്രൽ കാണാണ്. ഈ തന്നിരിക്കുന്ന കർവുകളാണ്, രണ്ട് കർവുകൾ തന്നിട്ടുണ്ട്. y = x ഉം
രണ്ട് കർവുകൾ തന്നിട്ടുണ്ട്, y equal to x ഉം y equal to x സ്ക്വയർ. ആ രണ്ട് കർവിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുന്ന കാര്യം, അതൊരു ഒരു ഓർഡറിൽ പോകണം. അതായത് ഒന്നുകിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന്, ഞാൻ വായിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരണം. ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് പോവാന്ന് വിചാരിച്ചോ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. തിരിച്ച് അതേപോലെ ആ പോയ വഴിക്ക് തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പൊ ഇങ്ങനെ രണ്ട് കർവിന്റെ മുകളിലാണ് ഇന്റഗ്രേഷൻ. അപ്പൊ ഈ ഒരു ഇന്റഗ്രൽ ഓവർ സി ചെയ്യാണ് നമ്മുടെ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ C1 പ്ലസ് ഇന്റഗ്രൽ C2. രണ്ട് കർവുകളുണ്ട്. ചില പ്രോബ്ലത്തിൽ 4 കർവുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇന്ന് കാലത്ത് ചെയ്ത പ്രോബ്ലം അല്ലേ, പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ സ്ക്വയറിന്റെ പ്രോബ്ലം നമ്മളിന്ന് ചെയ്തിരുന്നു. വെരിഫിക്കേഷൻ അല്ല, ഇവാലുവേറ്റ് എന്നുള്ളത്. ആ പ്രോബ്ലത്തിൽ വെരിഫിക്കേഷൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ 4 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ 4 കേസ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഇവിടെ 2 കേസാണ്, 2 കർവ്. ഓക്കെ, അപ്പൊ നോക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടൊരു കർവ്, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു കർവ്. ഈ 2 കർവിന്റെ മുകളിൽ നമ്മൾ 2 കേസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് LHS. അപ്പൊ LHS നമ്മൾ കാണുന്നത് ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കട്ടെ. നമ്മൾ LHS കാണാൻ പോകുന്നത് ഓരോ കേസ് ഐറ്റംസ് കേട്ടാ. അപ്പൊ ആദ്യത്തെ കേസ് എടുക്കുകയാണ്, കേസ് 1 എഴുതാം. കേസ് 1 ഇനി എന്താണെന്ന് ഞാൻ പറയാം, ഇത് എന്തിനാന്ന് പറയാം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രലാണ്. നമ്മൾ ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, വർക്ക് ഡൺ ചെയ്യുന്ന പ്രോബ്ലം, വർക്ക് ഡൺ ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. ആ പ്രോബ്ലത്തിലൊക്കെ, അതായത് 5ാമത്തെ യൂണിറ്റിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകത ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? തന്നിരിക്കുന്നതിൽ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ആ 2നെയും ഒരു വേരിയബിൾ ആക്കി മാറ്റണം. മനസ്സിലായി? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? തന്നിരിക്കുന്നത് 2 വേരിയബിൾ ആണെങ്കിൽ ആ 2നെയും പിടിച്ച് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റാനുള്ള ഹിന്റ് ആണ് ഈ ലൈൻ എന്ന് വിളിക്കുന്നത്. ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു കർവ് എടുത്ത് തന്നിട്ടുണ്ടാവും. ആ കർവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് മാറ്റുന്നത്. അപ്പൊ ഒന്നാമത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കർവ്. ആ കർവിന്റെ പേരെന്താ? y equal to x square. അപ്പോ ഒന്നാമത്തെ കർവാണ് എന്ത്? y equal to x square. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷനില് y equal to x square കൊടുത്താല് ഇവിടെയുള്ള വേരിയബിൾ ഒക്കെ എന്തായി മാറും? വേരിയബിൾ ഒക്കെ y-യുടെ ടേമിൽ നിന്ന് മാറിയിട്ട് x-ന്റെ ടേമിലോട്ട് വരും. മനസ്സിലായോ? അപ്പൊ dy മാറ്റണം. y-നെ മാത്രം മാറ്റിയ പോലെ dy-നെ മാറ്റണം. എന്തായിരിക്കും dy വരിക? y equal to x square ആണെങ്കിൽ x squareന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പൊ 2x dx ആയിരിക്കും dy വരിക കേട്ടോ. ഒന്നാമത്തെ കേസ് ഇതാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് y കാണുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ എയിം ഇത്രയേ ഉള്ളൂ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാല് ഈ 2 വേരിയബിളിനെ മാറ്റി ഏതെങ്കിലും ഒരാളാക്കി മാറ്റണം. ഒന്നെങ്കിൽ x-ന്റെ ടൈമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ y-യുടെ ടൈമിലോട്ട് മാറ്റുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്നത് y-നെ x-ന്റെ ടൈമിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാണ്, ഇന്റഗ്രൽ ഓവർ C1 എഴുതിക്കോ. LHS അല്ല, ഇന്റഗ്രൽ ഓവർ C1 എഴുതാ. ഇക്വേഷൻ എടുത്ത് എഴുതാം. ഓക്കെ, ഇന്റഗ്രൽ ഓവർ C1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈക്വൽ ടു, ഇത് ഈക്വൽ ടു എഴുതാണ്. ഇന്റഗ്രൽ എന്താണ് ചെയ്യുന്നത്? നമ്മള് y കാണുന്ന സ്ഥലത്തൊക്കെ x സ്ക്വയർ ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ വരിക? x ഇൻറ്റു y, yക്ക് പകരം x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, അപ്പൊ x സ്ക്വയറിന്റെ സ്ക്വയർ ഇൻറ്റു dx പ്ലസ് അടുത്തത് x സ്ക്വയർ. അപ്പൊ x സ്ക്വയർ തന്നെയാണ്, പക്ഷെ dy-യുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? 2x dx. dy-യുടെ പ്ലേസിൽ എന്ത് എഴുതും? നമ്മള് 2x dx. അതായത് ക്വസ്റ്റ്യൻ മുഴുവൻ എന്താക്കി മാറ്റി? ക്വസ്റ്റ്യൻ മുഴുവൻ dx-ന്റെ ടേമിലോട്ട്, x-ന്റെ ടേമിലോട്ട് മാറ്റി. അപ്പൊ x-ന്റെ വേരിയബിൾ മാത്രമായി മാറി. അതൊന്ന് നീറ്റായിട്ട് എഴുതുന്നുണ്ട്. ഈക്വൽ ടു ഇന്റഗ്രൽ x ക്യൂബ് പ്ലസ് x റേസ്ഡ് ടു 4 ഒറ്റ dx എഴുതിയാൽ മതി, പ്ലസ് 2x ക്യൂബ് ഇൻറ്റു dx. നീറ്റായിട്ട് എഴുതുമ്പോൾ ഇന്റഗ്രൽ 3x ക്യൂബ് പ്ലസ് x റേസ്ഡ് ടു 4 dx. ഇതുവരെ എത്തിയോന്ന് നോക്കാം. ഇന്റഗ്രേഷൻ ഒക്കെ സിമ്പിൾ തന്നെയാണ് കേട്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല, കാണുന്നത്ര റിസ്ക് ഒന്നുമില്ല. സാധാരണ ഇന്റഗ്രേഷൻ ആണ് വരിക. ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കണേ.
ഇപ്പൊ ഇത് എക്സിന്റെ ടേമിലുള്ള ആൻസർ മാത്രമായി മാറിയില്ലേ? തിരിച്ചും കൊടുക്കാറുണ്ട് കേട്ടോ. തിരിച്ച് എക്സിന്റെ എക്സ് ഈക്വൽ ടു വൈയുടെ ടേമിലേക്ക് മാറ്റാം. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മാറ്റുക കേട്ടോ. അപ്പൊ ഇതിൽ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എക്സിന്റെ ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കർവിന്റെ മുകളിൽ വരുമ്പോ ഓർഡേഡ് പെയർ നോക്കിയാൽ മതി. എക്സിന്റെ ലിമിറ്റ് എത്രയാണ്? 0 to 1 കേട്ടോ. വൈയുടെ ലിമിറ്റ് 0 to 1 തന്നെയാണ്, പക്ഷെ ഇതിൽ എക്സിലാണ് വന്നത്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു 3x⁴/4 പ്ലസ് x⁵5/5. ലിമിറ്റ് 0 to 1 കൊടുക്കാണ്. 3/4 പ്ലസ് 1/5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 55 15 പ്ലസ് 4/20 19/20 എന്നാണ് കിട്ടിയത്. 19/20 നമ്മൾ ഒന്നായിട്ടുള്ളൂ കേട്ടോ. ഒരു കേസ് ആയിട്ടുള്ളൂ. നമ്മൾ പോയ വഴിക്ക് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരണം. 2 കർവ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അടുത്ത കേസ് എടുക്കാം. കേസ് 2. ഒരു മിനിറ്റ്. ഇപ്പൊ മറ്റേ 3x³ പ്ലസ് x⁴ എല്ലാം ഒരു ടേമിലോട്ടാക്കി. അതുവരെ മനസ്സിലായി. അതായിട്ട് ആ ലിമിറ്റ് എടുത്ത് എനിക്ക് കേട്ടില്ല. പക്ഷെ നെറ്റ് പോയായിരുന്നു. വേറെ ഒന്നുമില്ല. നമ്മുടെ കർവ് നോക്കാം. ഇതില് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാ പോകുന്നത്. നമ്മൾ എവിടുന്ന ശ്രദ്ധിക്കണേ? ഇങ്ങോട്ടാണ് ആരോ മാർക്ക് ഉണ്ടെങ്കിൽ ലിമിറ്റ് ഇവിടുത്തെ പോയിന്റ് എത്രയാ? 0 0 അല്ലേ? ഇവിടുത്തെ പോയിന്റ് എത്രയാ? 1 1 അല്ലേ? 0 to 1. ഇനി നമ്മൾ ഇപ്പൊ വരച്ചത് അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലോ 1 to 0 എന്ന് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന പോലെയാണ്. നമ്മളിപ്പോ ഈ ആരോ മാർക്ക് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ 1 to 0 കൊടുത്താൽ മതി. പക്ഷെ അടുത്തത് എന്തായിരിക്കണം? അടുത്തത് ഇവിടുന്ന് അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ അടുത്തതിന് 0 to 1 കൊടുക്കണം. ഓക്കെ. നമ്മളെ കേസ് 2 നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ വരുന്നേ. കേസ് 2 എടുക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ ലിമിറ്റ് എന്ത് കൊടുക്കണം? 1 to 0 കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഏതെടുത്താലും കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്നത് കറക്റ്റ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഓർഡറിൽ പോകണം. ഒന്നെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ വരണം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ വരണം. ലിമിറ്റ് മനസ്സിലായി? കർവിന്റെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന പോലെ നോക്കിയാൽ മതി. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അവിടെ പോയി, എന്നിട്ട് വീണ്ടും ഇവിടുന്ന് അങ്ങനെ പോയില്ലല്ലോ, അവിടുന്ന് തിരിച്ചു വരുന്നു. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മള് ഈ കേസ് ഓക്കെ. അടുത്തത് എടുക്കുകയാണ്. അടുത്തത് കേസ് എടുക്കുന്നു. കേസ് 2 y = x. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. y = x നെ ഒന്നെങ്കിൽ എക്സിന്റെ ടേമിക്ക് മാറ്റാം, അല്ലെങ്കിൽ y. എന്തായാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പൊ dy-ക്ക് പകരം dx കൊടുത്താൽ മതി. y-ക്ക് പകരം x ഉം dy-ക്ക് പകരം dx ഉം. നേരത്തെ പോലെ എടുക്കുന്നു. ഇന്റഗ്രൽ ഓവർ c ഇന്റഗ്രൽ ടു എക്സ് വൈ. y-ക്ക് പകരം x ആണ്. അപ്പൊ x into x പ്ലസ് x² into dx പ്ലസ് x² into dx. നോക്കാം, അവിടുന്ന് ഇങ്ങോട്ടാ വരേണ്ടത് കേട്ടോ. നോക്കണേ, അവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പൊ 0 to 1 സോറി 1 to 0 കേട്ടോ. ഓക്കെ ആണോ? നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ വരുന്നത്. അത് തെറ്റിച്ചാൽ ആൻസർ ഒക്കെ പോയിട്ടാ. അപ്പൊ ആൻസർ ഇന്റഗ്രൽ 1 to 0 x² പ്ലസ് x² പ്ലസ് x² dx. എല്ലാം x² അല്ലേ? ഇന്റഗ്രൽ 1 to 0 3x² dx. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു 3x³ 1 to 0. 3 ക്യാൻസൽ ചെയ്തു. അപ്പർ ലിമിറ്റ് 0 മൈനസ് ലോവർ ലിമിറ്റ് 1. ആൻസർ -1. അങ്ങനെ 2 ഇന്റഗ്രൽ കണ്ടു നമ്മള്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് എഴുതാം? -1/20 എന്ന് എഴുതിച്ചോളൂ കേട്ടോ. അത് ഹെൻസ് ഗ്രീൻസ് തിയറം വെരിഫൈഡ് എന്ന് എഴുതാം. കാരണം നമ്മൾ RHS എന്താണോ കിട്ടിയത് അതിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി എനിക്ക് കിട്ടിയില്ല സാറേ എന്നൊന്നും പറയണ്ട, അത് വെരിഫൈ ആയിരിക്കും. നമ്മൾ തെറ്റിക്കരുത്. അങ്ങനെ ആവുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മളായിട്ട് ഇനി കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങേര് പാവം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. എന്താണ് അത്? ഗ്രീൻസ് തിയറം LHS RHS സെയിം ആണെന്ന്. എനിക്ക് കിട്ടിയില്ല സാർ, അതുകൊണ്ട് അല്ല എന്നൊന്നും പറയാൻ പാടില്ല. നമ്മളതിൽ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. അല്ലാണ്ട് ആവാതിരിക്കില്ല. എന്തായാലും 2 ഈക്വൽ ആയിരിക്കും. ഓക്കെ. നമ്മൾ ചെയ്തതിന് മിസ്റ്റേക്ക് ആവുന്നല്ലാണ്ട് ആൻസറിൽ ഒരിക്കലും അത് ഈക്വൽ ആവാതിരിക്കില്ല.
ഈക്വൽ ആണെന്ന് അങ്ങനെ പ്രൂവ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മളായിട്ട് മാറ്റാനൊന്നും പോണ്ട. അപ്പൊ നമ്മൾ LHS ഈക്വൽ ടു എഴുതാണ്. LHS ഈക്വൽ ടു പറഞ്ഞ ഇന്റഗ്രൽ ഓവർ സി ക്വസ്റ്റൻ എന്തായിരുന്നു? എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. ഇതെന്ന് പറഞ്ഞാല് ഈ രണ്ട് ഇന്റഗ്രലും കൂടി കൂട്ടുന്ന സമ്മ്, അതായത് ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2. അപ്പൊ കൂട്ടിയപ്പോ ആദ്യത്തത് 19/20 ആയിരുന്നു, പ്ലസ് രണ്ടാമത്തത് -1 കിട്ടിയത്. LC എടുക്കുക, ഈക്വൽ ടു 19 - 20/20 ഈക്വൽ ടു -1/20 കേട്ടോ. ഇനി കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും എഴുതാൻ നിൽക്കണ്ട, ഈക്വൽ ടു -1/20 തന്നെ എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അത് കൂട്ടുമ്പോൾ -1/20 കിട്ടും പറഞ്ഞിട്ട് അതൊന്ന് അവസാനിപ്പിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എഴുതാം LHS ഈക്വൽ ടു RHS. അതൊക്കെ അടിപൊളിയായിട്ട് എഴുതിക്കോളൂ. നല്ല ബോക്സ് ഒക്കെ വരച്ച് വയ്ക്കുക. പേപ്പർ കണ്ടാൽ ഭയങ്കര രസമായിട്ടുണ്ടാ. LHS ഈക്വൽ ടു RHS, therefore Green's theorem verified. അതൊക്കെ അടിപൊളിയായിട്ട് വരച്ചിടുന്നത്. ഗ്രീൻസ് തിയറം അങ്ങനെ അടിയിലൊക്കെ കണ്ടില്ലേ, ഗ്രീൻസ് തിയറം വെരിഫൈഡ് എന്ന് പറഞ്ഞ് അതൊരു ഭയങ്കര ഡിസൈനൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുക. ഇതാണ് നമ്മുടെ വെരിഫിക്കേഷൻ. അപ്പൊ വെരിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിക്കാനാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ചോദിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുക. 2017 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഭാഗ്യം പോലെയാണ്. നമ്മളെ കഷ്ടപ്പെടുത്തില്ല എന്ന് വിചാരിക്കും. കൊറോണ സമയത്ത് അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതിലടിക്ക് ഗ്രീൻസ് തിയറത്തിന്റെ വെരിഫിക്കേഷനെ കൂടി വേണ്ടുള്ളൂ അല്ലെ. യെസ്, നമുക്കപ്പോ അടുത്തേക്ക് പോകാലോ. ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ 2-3 പ്രോബ്ലം കൂടി ചെയ്തിട്ട് സ്റ്റോക്സും തിയറിയും ചെയ്ത് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് അതോടെ മതി, എനിക്ക് വയ്യാണ്ടായി. അപ്പൊ നമുക്ക് ഗോസ് ഡൈവേർജൻസ് തിയറത്തില് ഈ കാൽക്കുലസിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കും, ഞാൻ ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ ഔട്ട്വേർഡ് ഫ്ലക്സ് ഒക്കെ ചെയ്യിപ്പിച്ചതല്ല, ഒരിക്കൽ കൂടി ചെയ്യണോ? ചെയ്യാല്ലേ? ഏതാ? എത്രാമത്തെ ക്വസ്റ്റ്യനാ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടേ കുറച്ച് എന്താ പറയാ, കുറച്ച് സമയം കുറെ പോയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ സിലിണ്ടറിക്ക് ഇന്ന് നമ്മൾ മറ്റേ പഠിച്ചല്ലോ, പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കിയല്ലോ ആ പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇന്റഗ്രേഷൻ ഔട്ട്വേർഡ് ഫ്ലക്സ് തന്നെ ചെയ്യാം. ഓക്കെ, ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചിരുന്നു. പക്ഷെ ഞാനത് √(+ ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. ഒരു x² + y² = 4 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വന്നു വിചാരിച്ചു. അപ്പൊ y² = √4 - x² എന്നാക്കിയിട്ട് ഇന്റഗ്രലിന്റെ ഉള്ളിൽ √4 - x² ചെയ്തിട്ടുള്ള പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചത്. ഈ ഫോർമുല x/2 √(a²- x²+) അങ്ങനെ ഒരു വലിയ ഫോർമുല ചെയ്യിപ്പിച്ചത്. അത് നമുക്ക് ഇന്ന് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ. എന്താ പറയാ, നമ്മുടെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്. അപ്പൊ ഇതൊക്കെ വരുമ്പോ പോളാർ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക് കിട്ടുമെന്ന്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. ആദ്യം സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസ് ഡൈവേർജൻസ് തിയറം, ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ്. ഈ ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാന്ന് പറഞ്ഞാൽ തന്നെ ഡൈവേർജൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഡൈവേർജൻസ് തിയറത്തിന് വേറെ പ്രോബ്ലം ചെയ്യേണ്ടത് തന്നെ പഠിച്ചാൽ മതി. ഇത് തന്നെയാണ് അതിലൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. യൂസ് ഡൈവേർജൻസ് തിയറം, ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്റ്റർ ഫീൽഡ്. Outward flux of the vector field f of x, y, z equal to 2xi plus 3yj plus z²k across the unit circle. ഇത്ര മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അക്രോസ് ദി യൂണിറ്റ് സർക്കിൾ. അപ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. അക്രോസ് ദി യൂണിറ്റ് സർക്കിൾ കേട്ടോ. അപ്പോ ശ്രദ്ധിക്കുക, ഓർക്കുക, എന്താണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാല്, സോറി, യൂണിറ്റ് സർക്കിൾ ആയിരുന്നില്ല, യൂണിറ്റ് ക്യൂബ് ആണ്. യൂണിറ്റ് സർക്കിൾ അല്ല, യൂണിറ്റ് ക്യൂബ് ആണ്. ഇതിന്റെ പ്രോബ്ലം വരുമ്പോൾ 3D ഫിഗറാ വരും കേട്ടോ. ഗോസ് ഡൈവേർജൻസിന്റെ പ്രോബ്ലം മിക്കതും
അപ്പൊ യൂണിറ്റ് ക്യൂബ് ആണ്, എക്സ് വൈ സെഡ് ഉണ്ടാവും. ഓക്കെ, ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പും കോണി കളിക്കില്ലേ, പാമ്പും കോണി കളിക്കുന്ന കട്ട. ഇവിടെ ട്രിവാൻഡ്രം, ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ പാമ്പും കോണി എന്നൊക്കെ പറയും. ഇവിടെ ഏണിയും പാമ്പും അല്ലേ, ട്രിവാൻഡ്രത്ത് ഏണിയും പാമ്പും കളിക്കുന്ന ആ ഒരു കട്ടയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യൂബ് എന്ന് വിളിക്കുക അല്ലെ. ആ ക്യൂബിന് എത്ര സൈഡ് ഉണ്ട്, എത്ര സർഫസ് ഉണ്ട്? ഓക്കെ, 6 സർഫസ് ഉണ്ട്, അല്ലെങ്കിൽ 6 ഫേസ് ഉണ്ട് അല്ലെ. ആ 6 ഫേസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 1, z ഈക്വൽ ടു 0, z ഈക്വൽ ടു 1. ഇതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സിന്റെ വാല്യൂ 0 to 1 ആണ്, വൈയുടെ വാല്യൂ 0 to 1 ആണ്, ഇസഡിന്റെ വാല്യൂ 0 to 1 ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണത്. അപ്പോ ആദ്യം തന്നെ എന്താണ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയാം. എന്തായിരുന്നു ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഫൈ എന്നാണ് അതിന് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫൈ അല്ല, ഗ്രേഡിയന്റിന്റെ കാണുന്ന ആ ഫൈ അല്ല ഉദ്ദേശിച്ചത്. അതിന്റെ നൊട്ടേഷൻ മാത്രമാണ് ഈക്വൽ ടു W∫S F.n∠ds. ഇതാണ് ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ഫോർമുല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഗോസ് ഡൈവേർജൻസ് തിയറത്തിൽ ഒരു കാര്യം പറയുന്നു. ഗോസ് ഡൈവേർജൻസ് തിയറത്തിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഗോസ് ഡൈവേർജൻസ് തിയറം പറയുന്നത്? ബൈ ഗോസ് ഡൈവേർജൻസ് തിയറം, GDT എന്ന് വിളിക്കാറുണ്ട്. ഗോസ് ഡൈവേർജൻസ് തിയറം എന്താണ് പറയുന്നത്? W∫S F.n∠ds ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ∫V divergent of f dv ചെയ്താൽ മതി. അപ്പൊ ഇതിന് രണ്ടിനും കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഔട്ട്വേർഡ് ഫ്ലക്സ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? നമ്മള് ഔട്ട്വേർഡ് ഫ്ലക്സ് കാണുന്നതിന് പകരം ∫V divergent of f കണ്ടാൽ മതി. മനസ്സിലായോ? അപ്പൊ എന്താണ് ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ആ ഒരു യൂസ് എന്ന്? ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങേരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ പ്രോബ്ലം കണ്ടാലേ ഗോസ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യാം. അപ്പൊ എഴുതിക്കോളൂ, ഇത്ര എഴുതിക്കുക, ഇത്ര എഴുതിയില്ലേ? അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ 1 അവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ 1 ആയിട്ട് അവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ 1 ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മള്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്യുന്നു? ഡൈവേർജൻസ് തിയറം എവിടെ കണ്ടാലും നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ പോലും ഒരു 2 മാർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡൈവേർജന്റ് കണ്ടുപിടിക്കുക. ഡൈവേർസ് ഇനി ഞാൻ ഫോർമുല ഒന്നും പറയില്ല, ഫോർമുല ഒന്നും പറയുന്നില്ല. ∂by∂x ഓഫ് ഫസ്റ്റ് ടേം 2x. നിങ്ങളെ ∂f1/∂x എന്നുള്ള ഫോർമുല ഒക്കെ എഴുതിക്കോളൂ കേട്ടോ. പ്ലസ് ∂by∂y ഓഫ് 3y പ്ലസ് ∂by∂z ഓഫ് z². ആൻസർ 2 പ്ലസ് 3 പ്ലസ് 2z. ആൻസർ 5 പ്ലസ് 2z. ഓക്കെ, 5 പ്ലസ് 2z. ഓക്കെ ആണോ? ഇനി ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്താണ്? ഇക്വേഷൻ 1 പറയുന്നത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു W∫S F.n∠ds ഈക്വൽ ടു ∫V div dv. ഇതാണ് ഇക്വേഷൻ 1 അല്ലെ. ഇക്വേഷൻ 1 കൊടുക്കുകയാണ്. ഇന്റഗ്രൽ ലിമിറ്റ് തന്നിട്ടുണ്ട് 0 to 1, 0 to 1, 0 to 1. എന്തുകൊണ്ടാണ് 0 to 1 എടുക്കാൻ കാരണം? യൂണിറ്റ് ക്യൂബ് എന്നാണ്. യൂണിറ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 1 വരുന്ന ക്യൂബ്. അതിനെപ്പോഴും 0 to 1 എന്ന് കൊടുക്കുക കേട്ടോ. ഡൈവേർഫ് എത്രയാണ്? 5 പ്ലസ് 2z dz dy dx. dv എന്ന് പറഞ്ഞാൽ എന്താണ്? dv എന്ന് പറഞ്ഞാല് dz dy dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. ആദ്യം ഇസഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ 0 to 1, 0 to 1. 2 ഇന്റഗ്രൽ അവിടെ നിർത്തി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യും. ആദ്യം നമ്മള് ഇസഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 5ന്റെ ഇന്റഗ്രല് 5z, 2 into ഇസഡിന്റെ ഇന്റഗ്രല് z²/2 ലിമിറ്റ് 0 to 1 dy യും dx. 2 to ക്യാൻസൽ ആയി. ഇസഡിന്റെ 1 കൊടുക്കുമ്പോൾ അത് കിട്ടുക 0 to 1, 0 to 1, 5 plus 1 dy dx. അത് 6 ആണ് വരും അല്ലെ. ഇനി y ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 6y എന്ന് കിട്ടും. അതിൽ 0 to 1 dx. അപ്പൊ 0 to 1 6 dx എന്ന് കിട്ടും. അതിന്റെ ആൻസർ 6x. 0 to 1 ലിമിറ്റ് 6 ആൻസർ കേട്ടോ. ഔട്ട്വേർഡ് ഫ്ലക്സ് എത്രയാണ്?
ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലസിന്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ഞാൻ പറഞ്ഞ ആ ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പോളാർ കോർഡിനേറ്റ് നമ്മൾ ഇന്ന് കാലത്ത് പഠിച്ചു. അപ്പൊ അതിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. എഴുതാം. യൂസ് ഡൈവേർജൻസ് തിയറം ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ്. യൂസ് ഡൈവേർജൻസ് തിയറം ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് of the vector field F equal to x cube I plus y cube j plus z square k. X cube I plus y cube j plus z square k across the surface of the region that is enclosed by the circular cylinder x square plus y square equal to 9 and enclosed by the circular cylinder x square plus y square equal to 9 and the planes z equal to 0 and z equal to 2. ഇപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് ഈ ഡൈവേർജൻസ് തിയറത്തിന്റെ സ്റ്റോക്സ് തിയറത്തിന്റെ ഒക്കെ പ്രോബ്ലത്തിന് ഈ ഒരു മോഡല് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റോക്സ് തിയറത്തിലില്ല, ഡൈവേർജൻസ് തിയറത്തിൽ തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, പഴയതുപോലൊക്കെ കാണാം. നമുക്ക് ആ ലിമിറ്റ് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇസഡിന്റെ ലിമിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെയും അതുപോലെ തന്നെ വൈയുടെയും ലിമിറ്റ് കാണണം. അപ്പൊ അതിനുള്ള ഒരു ഹിന്റ് ആണ് നമ്മള് പോളാർ കോർഡിനേറ്റ് എന്ന് പഠിപ്പിക്കുന്നത് അല്ലെ. അത് ഇവിടെ 3 വേരിയബിൾ വരുമ്പോ എക്സും വൈയും ഇസഡ് വരുമ്പോ അതിന്റെ പേര് പോളാർ എന്നല്ല പറയാ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്നാ പറയാ. ഓക്കെ, അത് ഞാൻ ഇന്റഗ്രേഷൻ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് പറയാം. നിങ്ങൾ അതൊക്കെ കൂടെ നിൽക്കട്ടെ. നിങ്ങൾ ആദ്യം ഡൈവേർജൻസ് കണ്ടുപിടിച്ചോ. ഞാൻ കാണുന്നില്ല. ഡൈവഫ് കാണാം. ഞാൻ ചെയ്യണോ? ഡൈവഫ് ചെയ്യാം. എന്താണ് ഡൈവഫ് വരിക? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇസഡ് സ്ക്വയർ. ആൻസർ 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z നൽകി. ഓക്കെ, അപ്പോ ബൈ ഗോസ് ഡൈവേർജൻസ് തിയറം ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി ഡൈവഫ് ഡി വി എടുത്ത് എഴുതാം. ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ലിമിറ്റ് അറിയില്ല, തൽക്കാലം വി ഇട്ട് കൊടുത്തോളൂ. ഡൈവഫിന്റെ ആൻസർ എത്രയാണ്? 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z dz dy dx dz dy dx. അപ്പൊ ഇതില് ഇസഡിന്റെ ലിമിറ്റ് മാത്രമേ നമുക്ക്, ഇത് ഇക്വേഷൻ 1 ആയിട്ട് നിൽക്കട്ടെ, തൽക്കാലം നിൽക്കട്ടെ, ഇക്വേഷൻ 1 ആയിട്ട് നിൽക്കട്ടെ. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇസഡിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലെ.
അപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നും സാധാരണ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. നമ്മൾ ഇതേ മോഡൽ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ സാധാരണ ഇന്റഗ്രേഷൻ ആണ് പഠിപ്പിച്ചത്. അതായത് ഇസഡിന്റെ ലിമിറ്റ് എടുത്ത് തന്നിട്ടുണ്ട് 0 to z equal to 2 എന്നൊരു തന്നിട്ടുണ്ട്. അപ്പൊ ഇസഡ് ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് ലിമിറ്റ് കാണുന്ന x² + y² = 9 എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പണ്ട് ചെയ്യിപ്പിച്ച രീതിയും പുതിയ രീതിയാണ് ഇപ്പൊ പറയുന്നത്. അന്ന് നമ്മൾ ചെയ്യിപ്പിച്ചത് എന്തായിരുന്നു? y² = എന്ത് എഴുതുന്നു? 9 - x² എടുക്കുന്നു. വൈയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ √9 - x². അപ്പൊ വൈയുടെ ലിമിറ്റ് എന്താണ് വരിക? വൈയുടെ ലിമിറ്റ് y = നിങ്ങൾ എഴുതരുത്, √9 - x² to +√9 - x². ആരും എഴുതുന്നില്ല, ഇതെല്ലാം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വൈയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചത്. എന്നിട്ടാണ് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ കുറച്ച് വലിപ്പം കൂടിയിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഈ y ഇല്ലാന്ന് ചിന്തിക്കുക. y ഇല്ലെങ്കിൽ എന്താ വരിക? x² = 9 ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് പറഞ്ഞാൽ ±3 വരും. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതാണ്. നമ്മൾ പഠിപ്പിച്ചപ്പോ അത് റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് റിസ്ക് ആണ്. അതന്ന് അങ്ങനെ പറഞ്ഞു. നമ്മൾ സിലിണ്ടറിക്കൽ പോളാറൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഇന്ന് നമ്മള് പോളാർ കോർഡിനേറ്റ് നിങ്ങൾക്ക് തറോ ആയി എന്ന് വിചാരിക്കുന്നു അല്ലെ? ഇങ്ങനെയൊക്കെ വരുമ്പോ പോളാറിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് തറോ ആയില്ലേ? എന്താണ് നമ്മൾ പോളാറിൽ ചെയ്തിരുന്നത്? x² + y² = 9 എന്ന് വരുന്ന ഒരു സർക്കിള് വരികയാണെങ്കിൽ, ഇവിടെ സിലിണ്ടർ ആണ്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു സർക്കിള് വരികയാണെങ്കിൽ പോളാർ കോർഡിനേറ്റിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് കാലത്ത് പഠിച്ചത് ഗ്രീൻസ് തിയറത്തിന്റെ പ്രോബ്ലത്തില് എന്താ നമ്മൾ ചെയ്തത്? r cos θ എന്ന് കൊടുത്തു, y = r sin θ എന്ന് കൊടുത്തു. dy dx ന് പകരം r × dr dθ എന്ന് കൊടുത്തു. ശരിയല്ലേ? ശരിയാണോ? ആരും എഴുതരുത്, ഇത് പോളാർ അല്ല. ഇവിടെ z വന്നിട്ടുണ്ട്. ഇതാണ് പോളാർ അല്ലേ? അപ്പൊ പോളാറില് ആറിന്റെ ലിമിറ്റ് എങ്ങനെയായിരുന്നു? ആറിന്റെ ലിമിറ്റ് എന്തായിരുന്നു? r = 0 to r = എന്താ ഇവിടെ പറയാ? 9 ആയിരുന്നെങ്കിൽ എന്താ പറയണ്ടേ? 9 ആയിരുന്നെങ്കിൽ 3 എന്ന് പറയായിരുന്നു. ഇനി തീറ്റയുടെ ലിമിറ്റ് എന്തായിരുന്നു? θ = 0 to θ = 2π അല്ലെ? ഇത്രയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യാറ്. ശരിയാണോ അല്ലെ? ഇത് ഇന്ന് നമ്മൾ പഠിച്ച പോളാർ കോർഡിനേറ്റ് ആണ്. പക്ഷെ z എന്നുള്ള വേരിയബിള് ട്രിപ്പിൾ ഇന്റഗ്രലിൽ വരുമ്പോ ആ പോളാർ കോർഡിനേറ്റ് എന്നുള്ള പേരൊന്ന് മാറി z എന്നുള്ള പുതിയൊരു വേരിയബിൾ കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ പേര് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്നാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമ്മൾ സൈഡിൽ എഴുതാൻ പോണത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്താണെന്നാണ്. അപ്പൊ എന്താ അതിന്റെ പേര്? സിലിണ്ടറിക്കൽ. ഇത് സിലിണ്ടർ പോലെയാണ് വരുന്നത്, അതുകൊണ്ടാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല, ചെറിയൊരു മാറ്റം. എക്സിന് ശ്രദ്ധിക്കണേ, എക്സിന് r cos θ എന്ന് കൊടുക്കുന്നു. ഓക്കെ, വൈക്ക് r sin θ എന്ന് കൊടുക്കുന്നു. ദെൻ dy dx ന് r dr dθ കൊടുക്കുന്നു. z എന്നുള്ള പുതിയ ഒരാളുണ്ട് അല്ലെ? അയാൾക്കൊന്നും കൊടുക്കുന്നില്ല, അയാൾക്ക് അയാളെന്നെ കൊടുക്കുന്നു. z കാരണം മാറ്റുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ ഇസഡിനെ നമ്മൾ മാറ്റുന്നില്ല, ഇസഡിനെ നമ്മൾ തൊടുന്നില്ല. ഇസഡ് തന്നെയാണ്. അപ്പൊ dz ആയാലോ? dz മാറ്റമില്ല. dz എന്ത് തന്നെയാണ്? dz തന്നെയാണ്. ഇസഡിന്റെ ലിമിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അതിലും മാറ്റമില്ല. നമുക്ക് z = എത്രയാണ്? 0 to z = 2 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മളെ പോളാറിനെ അതിലാണ് ജോയിൻ ആക്കിയാൽ മതി. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആയി. മനസ്സിലായോ? ഇസഡിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ടാകും, ഇസഡിനെ കൊടുക്കുന്നു, ഇസഡിന് യാതൊരു മാറ്റമില്ല. dz തന്നെ കൊടുക്കുന്നു, അതിന് മാറ്റമില്ല. മാറ്റം വരുന്നത് സാധാരണ പോളാർ മാത്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പോളാർ എന്ന് പറഞ്ഞത് സിലിണ്ടറിക്കലും ഏകദേശമൊക്കെ സെയിമാണ്. എന്താണ്? ഇസഡ് വരുന്നത് കൊണ്ട് അതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ നമ്മളിത് കാലത്ത് അപ്ലൈ ചെയ്ത പോളാറിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കാം, കൊടുത്തു നോക്കാം. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്തതാണ്. അപ്പൊ ഇത് ഇത്രയും എഴുതിയേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ആ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലിമിറ്റ് എഴുതുന്നതും റഫായിട്ട് സൈഡിൽ എഴുതിയാലും മതി. ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ.
ശ്രദ്ധിക്കണേ, ഒരു ഷോർട്ട് കട്ട് കൂടി ഞാൻ എഴുതട്ടെ. ഈ ക്വസ്റ്റ്യനിലെ ഇതിൽ 2 3 കോമൺ അല്ലേ, ഈക്വൽ ടു ഞാൻ മുകളിൽ എടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ മുകളിൽ എടുത്ത് എഴുതാണ്. ക്വസ്റ്റ്യൻ മുകളിൽ ഒന്നുകൂടി എടുത്ത് എഴുതുന്നുണ്ട്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി 3 into x square plus y square plus 2z എന്ന് എഴുതട്ടെ. എന്തിനാ ഞാൻ അങ്ങനെ എഴുതുന്നത് മനസ്സിലായോ? കാണുന്നില്ല. എന്തിനാണ് ഞാൻ മുകളിൽ അങ്ങനെ എഴുതുന്നത് മനസ്സിലായോ? 3 into എന്ന് എഴുതിയത് എന്തുകൊണ്ടാ? നമ്മളൊന്ന് പഠിച്ചു അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണുന്നത് എന്ത് എഴുതിയാൽ മതി? ആർ സ്ക്വയർ എഴുതിയാൽ മതിയില്ലേ, ആർ സ്ക്വയർ എഴുതിയാൽ മതി. ഇത് അതിനു വേണ്ടിയിട്ടാണ്. വായിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുത്ത കാര്യം കഴിഞ്ഞു. ഡി സെഡ് ഡി വൈ ഡി എക്സ് കേട്ടാ, അത്രയും സാധനം മാറ്റാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഏതെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള പോലെ എഴുതാം, ഓർഡർ എങ്ങനെ ശരിയില്ല. അപ്പൊ 0 to 2π ആറുടെ ലിമിറ്റ്, തീറ്റയുടെ ലിമിറ്റ്. ദെൻ 0 to 3 ആറുടെ ലിമിറ്റ്, ആറിന്റെ ലിമിറ്റ്. 0 to 2 ആറുടെ ലിമിറ്റ്, ഇസഡിന്റെ. ഇത് ആറിന്റെ, ഇത് ഇസഡിന്റെ, ഇത് തീറ്റ. ആദ്യം ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യണേ, ആദ്യം ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ 3 into x square plus y square പകരം r square എഴുതി, പ്ലസ് 2z into dz അവിടെ ഉണ്ട്, dz ഉണ്ട്. പിന്നെ r dr d തീറ്റ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യണേ. എല്ലാ പ്രോബ്ലം അങ്ങനെ ചെയ്താൽ മതി. ആദ്യം ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യത്തെ 2 എഴുതി. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 3 ബ്രാക്കറ്റ് ഇട്ടു 3r square into z. ആദ്യം ഇസഡിലാണ്, ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ r square z നീട്ടി, പ്ലസ് 2z²/2. അതിന്റെ ലിമിറ്റ് 0 to 2. ഇസഡിന്റെ ലിമിറ്റ് ആണ് 0 to 2. ഇനി ഒന്ന് ഓർത്തോർത്ത് ചെയ്താൽ മതി. ഇൻറ്റു r dr d തീറ്റ. ഈ 2 വെട്ടി ലിമിറ്റ് കൊടുക്കാം. 0 to 2π 0 to 3. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 into 3 6r² എന്ന് വരെ. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2² 4 എന്ന് കിട്ടും. ഇൻറ്റു r dr d തീറ്റ. ഇതുവരെ എഴുതണ്ടാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എഴുതിയാല്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആറിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 3 6r³ പ്ലസ് 4r dr d തീറ്റ. ഇനി ആറില് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 2π 6r⁴/4 പ്ലസ് 4r²/2 ലിമിറ്റ് 0 to 3 d തീറ്റ. അപ്പൊ നമ്മള് മറ്റേ റൂട്ടൊക്കെ എടുത്ത് ചെയ്യണേക്കാളും എളുപ്പമാണ് കേട്ടോ അത് ശരിക്കും. 0 to 2π r⁴ ആണ്. 6 into r⁴ 3⁴ ആണ് വരിക. 3⁴ എത്രയാ? സ്റ്റെപ്പ് എഴുതും അല്ലേ. 3⁴ ഈ 4 6 വെട്ടി, അപ്പൊ 6 വേണ്ട, അവിടെ 3/2 പ്ലസ് 4 into 4 2 വെട്ടി അല്ലേ. ആൻസർ 2 into 3² d തീറ്റ. കാൽക്കുലേറ്റർ അടിച്ചാലും മതി. കാൽക്കുലേറ്ററിൽ അടിച്ച് 3⁵ എത്രയാണ്? 3³ പറഞ്ഞ 27. 3⁴ എന്ന് പറഞ്ഞാല് 81 into 3. 81 into 3 എത്രയാ? 243/2 പ്ലസ് 2 into 3² 18 dt. എൽസി എടുക്കാം. 0 to 2π 243 പ്ലസ് 2 into 18 36/2 d തീറ്റ. അപ്പൊ 243 പ്ലസ് 36 എത്ര വരിക? 6 279/2 into തീറ്റ. തീറ്റയുടെ സ്ഥാനത്ത് 0 to 2π കൊടുക്കാം. 279/2 into 2π എന്ന് വരും. 2 to ക്യാൻസലില്
279 പൈ എന്നാണ് ആൻസർ കേട്ടോ. 279 പൈ വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഔട്ട്വേർഡ് ഫ്ലക്സ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പൊ ഗോസ് ഡൈവേർജൻസ് തിയറം ഓക്കെ അല്ലേ? ചെയ്യാലോ, എന്ത് വന്നാലും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. അതിൽ നമ്മളൊന്ന് ഡൗട്ടിട്ട് വിശദീകരിക്കുന്നു. ആ എക്സിന്റെ വരുന്നതല്ലേ അത് ഗോസ് ഡൈവേർജൻസ് തിയറം അല്ലല്ലോ, സാധാരണ പ്രശ്നം. ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, LC എടുത്തു. ഈ 2-നെ ഈ കാൽക്കുലേറ്റർ കൂട്ടിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, കാൽക്കുലേറ്റർ കൂട്ടിയാൽ മതി. ഇത് റാഷൻ നമ്പർ ആയിട്ട് കൂട്ടാം. പ്ലസ് 18 നമുക്ക് 279/2 കിട്ടൂട്ടാ. കാൽക്കുലേറ്ററിലെ റാഷൻ നമ്പർ ആഡ് ചെയ്താൽ മതി, വലിയ റിസ്ക് ഇല്ല. നമുക്ക് അടുത്ത നോക്കേ.